ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായി ഒരു കാലത്ത് ഭൂമിയെ ഭയപ്പെടുത്തിയിരുന്ന ടൈറ്റനോബോവയും ഇന്ന് ആമസോൺ മഴക്കാടുകളിൽ ഭീകരതയുടെ പ്രതീകമായി തുടരുന്ന അനാക്കോണ്ടയും തമ്മിലൊരു യുദ്ധം ചെയ്താൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? വലിപ്പം, ശക്തി, തന്ത്രം, പീഡനശേഷി എന്നിങ്ങനെ പല തലങ്ങളിലും താരതമ്യം ചെയ്താൽ ഇതിന്റെ ഫലം എങ്ങനെയായിരിക്കും? ഇവ തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ ഇനി സാധ്യതകളൊന്നും തന്നെയില്ലെങ്കിലും അങ്ങനെയൊരു യുദ്ധം നടന്നെങ്കിൽ ആര് ജയിക്കുമെന്നതിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ടൈറ്റനോബോവയും അനാക്കോണ്ടയും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിലേക്ക് കടക്കും മുന്നേ ഇവ രണ്ടും തമ്മിലുള്ള മറ്റു താരതമ്യങ്ങൾ നോക്കാം. ടൈറ്റനോബോവയും അനാക്കോണ്ടയും രണ്ടു വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചുവെങ്കിലും ഇവ രണ്ടും തന്നെ ജലസാന്നിധ്യമുള്ള ചതുപ്പ് നിലങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ടൈറ്റനോബോവ ഏകദേശം 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പായിരുന്നു. 2009 കൊളംബിയയിലെ സെറോജോൺ കൽക്കരി ഖനിയിൽ നിന്നുമാണ് ഇതിന്റെ ഫോസിലുകൾ കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ സാധാരണയായി കൊളംബിയയിലാണ് ഇവ ജീവിച്ചിരുന്നതെന്നാണ് ഗവേഷകർ പറയുന്നതും. തണ്ണീർത്തട പ്രദേശങ്ങളിലും ചതുപ്പു നിലങ്ങളിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുമെങ്കിലും കൂടുതലും വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. കരയിലേക്കാൾ വേഗത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാവുന്നതാണ് ഇതിനു പ്രധാന കാരണം. അതിനാൽ തന്നെ ജലജീവികളായിരുന്നു ഇവയുടെ പ്രധാന ഇരകൾ. മറുവശത്ത് അനാക്കോണ്ടയുടെ ജീവിതശൈലി നോക്കുകയാണെങ്കിൽ ഇന്നും ആമസോൺ മഴക്കാടുകളിൽ ജീവിച്ചു വരുന്ന നിലവിലെ ഏറ്റവും വലിയ പാമ്പുകളിലൊന്നാണ് ഗ്രീൻ അനാക്കോണ്ട. ഇവയും തണ്ണീർത്തട പ്രദേശങ്ങളിലും ചതുപ്പുനിലങ്ങളിലുമാണ് ജീവിച്ചു വരുന്നത്. ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവ കണ്ടുവരുന്നതും. വെള്ളത്തിലാണ് ഇവയും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. 10 വർഷത്തോളമാണ് ഒരു അനാക്കോണ്ടയുടെ ആയുർദൈർഘ്യം. ടൈറ്റനോബോവയും അനാക്കോണ്ടയും ശരീരഘടനയിലും ഏറെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ചില സാമ്യങ്ങളും കാണാം. ടൈറ്റനോബോവയുടെ ശരീരം അതിവിശാലവും ശക്തവുമാണ്. ഏകദേശം 40 മുതൽ 50 അടി വരെ നീളവും 1 ടന്നിലധികം ഭാരവുമുള്ള അതിന്റെ ശരീരം വലിപ്പം കൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ദിനോസറുകളുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ടിറക്സിനേക്കാൾ 2 ഇരട്ടി വലിപ്പം ഇവയ്ക്കുണ്ട്. ശരീരഭാഗങ്ങൾ വളരെ ഭാരം കൂടിയതും വളഞ്ഞുപുളഞ്ഞതുമായിരുന്നു. മറുവശത്ത് അനാക്കോണ്ടയുടെ ശരീരം അതിനേക്കാൾ ചെറുതായിരുന്നെങ്കിലും അതും കട്ടിയേറിയതും ശക്തമായ പേശികളാൽ നിർമ്മിതവുമാണ്. ഏകദേശം 20 മുതൽ 30 അടി നീളവും 200 കിലോയോളം ഭാരവുമാണ് ഇവയ്ക്കുള്ളത്. അനാക്കോണ്ടയുടെയും ടൈറ്റനോബോവയുടെയും ഇരപിടുത്തത്തിലും വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെയും പരിസ്ഥിതികളിലെയും ജീവികളാണ്. ടൈറ്റനോബോവയുടെ ഇരപിടുത്തം പ്രധാനമായും അതിൻ്റെ വലിപ്പത്തിലും ശക്തിയിലും ആശ്രിതമാണ്. ഇതൊരു നേരിട്ടുള്ള ആക്രമണമാണ്. വലിയ മത്സ്യങ്ങളെയോ പ്രാചീന മുതലകളായ കയമൻസുകളെയോ നേരിട്ട് ലക്ഷ്യമാക്കി പെട്ടെന്ന് ചുറ്റിപ്പിടിച്ച് ശക്തമായ പീഡനത്തിലൂടെ ഇരയുടെ ദേഹത്ത് അസഹനീയമായ പ്രഷർ ചെലുത്തിയുമാണ് കൊലപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ജീവനോടെ തന്നെ ഇരയെ വിഴുങ്ങുകയാണ് പതിവ്. മറുവശത്ത് അനാക്കോണ്ട ഇരയെ പിടിക്കുമ്പോൾ കുറേ സമയത്തോളം ഇരയെ നിരീക്ഷിച്ചതിനു ശേഷം അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് പിടികൂടും. വെള്ളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇവയുടെ പ്രധാന രീതി. ഇര സമീപിച്ചാൽ അനാക്കോണ്ട അതിൻ്റെ ശക്തമായ പേശികളാൽ ചുറ്റിപ്പിടിച്ച് ശ്വാസം അടക്കിപ്പിച്ച് മരവിപ്പിക്കുന്നു. 2 പാമ്പുകൾക്കും പല്ലുകളില്ലാത്തതുകൊണ്ട് തന്നെ ഇരയെ പൂർണ്ണമായി വിഴുങ്ങിയാണ് ഭക്ഷണം സ്വീകരിക്കുന്നത്. തനിക്ക് അകത്താക്കാൻ കഴിയുന്ന എന്തിനേയും അനാക്കോണ്ട വേട്ടയാടും. ഇടയ്ക്കിടെ വേട്ടയാടുന്ന സ്വഭാവം ഇവർക്കില്ല. അത്യാവശ്യം വലിപ്പമുള്ള ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഇവർ വേട്ടയാടാറില്ല. ഇവ മനുഷ്യരെ വേട്ടയാടിയതായി ഒന്നും തന്നെ എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കും? ടൈറ്റനോബോവ തന്നെയായിരിക്കും ഈ യുദ്ധത്തിലെ വിജയി. ഇവയുടെ ശരീരഘടന തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണവും. അതായത് ഭീകരമായ ശരീരവും ഇര പിടിക്കുമ്പോൾ ഇവ ഇരയ്ക്കുമേൽ കൊടുക്കുന്ന പ്രഷറും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റനോബോവകൾക്ക് അനാക്കോണ്ടയെ നിസ്സാരമായി യുദ്ധത്തിൽ തോൽപ്പിക്കാനാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.